കണിയാപുരത്തിന്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിലാപയാത്ര. കഴക്കൂട്ടം പിന്നിട്ട് അവിടെ നിന്ന് ആ വിലാപയാത്രയ്ക്കൊപ്പം ചേർന്നവരുണ്ട്. അവർ ആ വിലാപയാത്രയെ അനുഗമിക്കുന്നു. റോഡിനിരുവശവും ഇപ്പോഴും ആൾക്കൂട്ടമുണ്ട്. കണിയാപുരത്തേക്ക് എത്തുകയാണ് ഇപ്പോൾ വിലാപയാത്ര. എസ് വിജയകുമാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. വിജയകുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കണിയാപുരത്താണ്. കണിയാപുരത്തേക്ക് വിലാപയാത്ര എത്തുന്നതേ ഉള്ളൂ. കണിയാപുരത്തിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ ജംഗ്ഷൻ കൂടിയുണ്ട്, വെട്ട് റോഡ്. അവിടേക്കാണ് വിലാപയാത്ര എത്തുന്നത്. അല്പസമയത്തിനകം കണിയാപുരത്തേക്ക് എത്തും. കണിയാപുരത്തിന്റെ ഒരു പ്രത്യേകത, കണിയാപുരം കയർ തൊഴിലാളികൾ ധാരാളമുള്ള ഒരു നാട് കൂടിയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടികൾ ഉൾപ്പെടെ VS-ന് അഭിവാദ്യം അർപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതാണ്. അല്പസമയം അത് കേട്ടതിന് ശേഷം ഞാൻ മറ്റു വിവരങ്ങളിലേക്ക് വരാം. കയർ തൊഴിലാളികൾ ഇവിടെ കയറുമായി VS-ന് അഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽപ്പുണ്ട്. അതിനു മുമ്പ് ഈ മുദ്രാവാക്യം കുട്ടികളടക്കം മുഴക്കുന്നത് കേൾക്കാം. അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ധീര വീരാ നേതാവേ എന്ന് വിളിക്കുന്നുണ്ട്. VS-ന്റെ കഴിഞ്ഞകാല പോരാട്ടങ്ങൾ ഓർത്തെടുത്തുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളുണ്ട്. എസ് വിജയകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. വിജയകുമാർ അല്പസമയം നിശബ്ദനായല്ലോ ആ മുദ്രാവാക്യം വിളികൾക്കായി. കുട്ടികൾ പോലും ആ മുദ്രാവാക്യം വിളികൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോഴും അതങ്ങനെ മുഴങ്ങുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാറിലേക്ക്. കണ്ണേ കരളേ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്നുള്ള മുദ്രാവാക്യം വിളികൾ ഇപ്പോൾ കണിയാപുരത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. VS ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ കണിയാപുരത്ത് എത്തിയിരിക്കുന്നു. എത്രയോ പോരാട്ട വേദികളിൽ VS എത്തിയ സ്ഥലമാണിത്. എത്രയോ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ VS എത്തി പ്രസംഗിച്ച സ്ഥലമാണിത്. ആ കണിയാപുരത്തേക്ക് ഇപ്പോൾ എത്തുകയാണ് വിലാപയാത്ര. തിരുവനന്തപുരത്ത് നിന്ന് VS-നൊപ്പം നടന്നവർ അവർ ഇപ്പോഴും VS-നൊപ്പമുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ആ യാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. അവരങ്ങനെ ഒരുമിച്ച് നടക്കുകയാണ്. അതൊരു ജനസാഗരമായി മാറിയിരിക്കുന്നു. കഴക്കൂട്ടത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മളത് കണ്ടതാണ്. കഴക്കൂട്ടം ജംഗ്ഷനിൽ VS-നെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആയിരങ്ങൾ എത്തിയതാണ്. കുട്ടികൾ മുതൽ യുവജനങ്ങൾ മുതൽ മുതിർന്നവർ മുതൽ അങ്ങനെ വലിയ ജനസഞ്ചയം കഴക്കൂട്ടത്തുണ്ടായിരുന്നു. അവിടെ നിന്നിപ്പോൾ കണിയാപുരം ലക്ഷ്യമാക്കിയുള്ള യാത്ര. എസ് വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ നിശബ്ദനായത് ആ മുദ്രാവാക്യം വിളികൾക്ക് വേണ്ടിയായിരുന്നു. അതിപ്പോഴും അനുസ്യൂതം ഇങ്ങനെ ഉയരുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ അവിടെ മുദ്രാവാക്യം വിളികളുമായി കാത്തു നിൽക്കുന്ന നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? ഈ മുദ്രാവാക്യം വിളികൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 24 മണിക്കൂറായി. ഇന്നലെ ഏതാണ്ട് ഇതേ സമയം വിലാപയാത്ര ആലപ്പുഴ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഇപ്പോഴും. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് MLA അദ്ദേഹം ആ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദിനെ കാണാം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ആ വിലാപയാത്രയിൽ VS-നൊപ്പമുണ്ട്. ആ ബസ്സിന് ഉള്ളിലും പുറത്തുമായി ഒരുപാട് നേതാക്കളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. ഈ യാത്രയ്ക്ക് വഴിയൊരുക്കുന്ന മുതിർന്ന നേതാക്കൾ തന്നെയാണ്. നേരത്തെ വി ജോയ് തന്നെ പുറത്തിറങ്ങി ആ യാത്രയ്ക്ക് വഴിയൊരുക്കുന്നുണ്ടായിരുന്നു. കാരണം റോഡിനിരുവശവും നിന്നിരുന്ന ആളുകളൊക്കെ VS-നടുത്തേക്ക് എത്തുകയാണ്. അത് വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം നാം കാണുന്ന കാഴ്ചയാണ്. അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ഇത് VS-നോടുള്ള കേരളത്തിൻ്റെ സ്നേഹമാണ്, ജനങ്ങളുടെ സ്നേഹമാണ്. എല്ലാ കാലത്തും ആർക്കൊപ്പം വേണ്ടിയാണോ VS
നിലയുറപ്പിച്ചത് അവർ VS തിരികെ നൽകുന്ന സ്നേഹമാണ്. എല്ലാ കാലത്തും ഒരു പോരാളിയായിരുന്നു VS. അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയതാണ്. കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് VS. അതൊക്കെയും VS ഒരു പോരാളിയായി വളർത്തുകയായിരുന്നു. അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ ഒട്ടനവധി പോരാട്ടങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒട്ടനവധി ആശയ സമരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. VS ഓർമ്മയാകുമ്പോൾ അത് അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങളിലൂടെ ജീവിക്കുന്നുവെന്ന് പ്രവർത്തകർ ആർത്തലച്ച് മുദ്രാവാക്യം വിളിക്കുന്നത്. VSനൊപ്പം അവർ നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഈ യാത്രയ്ക്കൊപ്പം അവർ ചേരുന്നത്. അങ്ങനെ ആലപ്പുഴ ലക്ഷ്യമാക്കിയുള്ള ആ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ 6 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ അപ്പോഴും ഈ കഴക്കൂട്ടം പിന്നിട്ട് കണിയാപുരത്തിനടുത്ത് വരെ എത്താൻ മാത്രമേ ആ വിലാപയാത്രയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. തിരുവനന്തപുരം ജില്ല താണ്ടേണ്ടതുണ്ട്. അതിനുശേഷം കൊല്ലത്തിൻ്റെ മണ്ണിലൂടെ ആലപ്പുഴയിലേക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ നിശ്ചയിച്ച ഒരു സമയക്രമമുണ്ട്. അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇനി എപ്പോൾ ആലപ്പുഴയിലെത്തും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടെ പിന്നിടുന്ന വഴികളിലൊക്കെ ഒട്ടേറെ പാർട്ടി പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ കഴക്കൂട്ടത്ത് കണ്ട അതേ ജനസാഗരം അത് മറ്റ് പലയിടങ്ങളിലുമുണ്ട്. വിലാപയാത്ര ഇപ്പോൾ ആലപ്പുഴ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. മുദ്രാവാക്യം വിളികളുമായി പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ, സാധാരണക്കാരൊക്കെ ആ വിലാപ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഒരേ മനസ്സോടെ അവർ VSന്റെ കഴിഞ്ഞകാല പോരാട്ടങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് VSനായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കണ്ണേ കരളേ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നവർ ആവേശത്തോടെ വിളിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ VS ഒരു പൊതുവേദിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ സമാനമായ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഈ മുദ്രാവാക്യം വിളികൾ കേട്ടിട്ടുണ്ട്. VS എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, എല്ലാ കാലത്തും ഒരു പോരാളിയായി നിലകൊണ്ട VS, ആ VSനൊപ്പം നടക്കുകയാണ് ഇപ്പോൾ ഈ ജനത. VSന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. കൊച്ചു കുട്ടികൾ മുതൽ VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവർ ആ ബസ്സിനടുത്തേക്ക് എത്തുന്നുണ്ട്. VSന് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ ആ വാഹനത്തിന് വഴിയൊരുക്കുകയാണ്. പോലീസും റെഡ് വോളണ്ടിയേഴ്സും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അല്പം വേഗം കൂട്ടി ഈ വിലാപയാത്രയൊന്ന് കടത്തിക്കൊണ്ടുപോകാൻ. പക്ഷേ പലപ്പോഴും അതിന് കഴിയാത്ത സ്ഥിതിയാണ്. അങ്ങനെയാണ് ജനക്കൂട്ടം VSനെ കാണാൻ വേണ്ടി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ കണിയാപുരത്തേക്ക് എത്തുകയാണല്ലോ വിലാപയാത്ര. എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? വിലാപയാത്ര കണിയാപുരത്തേക്ക് എത്തുകയാണ്. അതിൻ്റെ ഭാഗമായ വാഹനങ്ങളൊക്കെ കണിയാപുരം ജംഗ്ഷനിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. VSന്റെ ഭൗതിക ശരീരം വഹിക്കുന്ന ആ വാഹനം അങ്ങ് വളരെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയും. അത് കണിയാപുരത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ജനനിബിഡമാണ് കണിയാപുരം. റോഡിൻ്റെ ഇരുവശത്തുമായി ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്കിടയിലൂടെ വേണം VSന്റെ ആലപ്പുഴയിലേക്കുള്ള യാത്ര ഇനി തുടരാൻ. VS അച്യുതാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ അനുയായി വൃന്ദമുള്ള ഒരു മേഖലയാണ് കണിയാപുരം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെന്ന് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കണിയാപുരത്തുണ്ട്. അവരുടെ ഇടയിലൂടെയാണ് VS അന്തിമോപചാരം ഏറ്റുവാങ്ങി, അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ഇതാ ഇപ്പോൾ ആലപ്പുഴയിലേക്ക്, സഖാക്കളുടെ സഖാവായ P. കൃഷ്ണപിള്ള അന്തി ഉറങ്ങുന്ന ആലപ്പുഴയിലേക്ക് VS പോകുന്നത്. VSന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ആ വാഹനത്തിനടുത്തേക്ക് ഇങ്ങനെ ആളുകൾ പാഞ്ഞെത്തുന്നുണ്ട് അദ്ദേഹത്തെ അവസാനമായി കാണാൻ. എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്ന തരത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും അത്തരം ക്രമീകരണങ്ങളൊന്നും ഫലം കാണുന്നില്ല പലയിടത്തും എന്നാണ് നമുക്ക് ഈ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും, ഇപ്പോൾ രാത്രിയാകുമ്പോഴേക്കും എല്ലാ ജംഗ്ഷനിലേക്കും ആളുകൾ ഇങ്ങനെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനായി ആർത്തിരമ്പി ഒഴുകിയെത്തുന്നതാണ് നമ്മൾ എല്ലാ ഇടത്തും കാണുന്നത്. അത് കഴക്കൂട്ടത്തും ഇപ്പോഴിതാ കണിയാപുരത്തും ഒക്കെ നമ്മളിത് വെട്ട് റോഡിലും ഒക്കെ നമ്മൾ ഈ കാഴ്ച തന്നെയാണ് കാണുന്നത്. അങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ VS എന്ന നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ, VS ഇനിയും ഓർമ്മകളിൽ മാത്രമെന്ന ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള, വൈകാരികമായി പ്രതികരിക്കുന്ന VSന്റെ പ്രിയപ്പെട്ട അനുയായികൾ അവരുടെ സ്നേഹനിർഭരമായ, അവരുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഏറ്റുവാങ്ങിയാണ് അവരുടെ പ്രിയ നേതാവ് ഇതാ ഈ രീതിയിലൂടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയ്ക്ക്
അവസാന യാത്ര നടത്തുന്നത്. ഇനിയും ഒരു മടക്കമില്ലാത്ത യാത്ര. ഈ വഴിയിലൂടെയൊക്കെ VS എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികവും സംഘടനാപരവുമായ പരിപാടികൾക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നിരവധി പൊതുയോഗങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ കണിയാപുരത്ത് ഒരു സജീവ സാന്നിധ്യമായ എത്രയോ പതിറ്റാണ്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയൊക്കെ ആ സമയത്തൊക്കെ VS എന്ന നേതാവിനെ കേൾക്കാനും കാണാനും ഇവിടെ എത്തിയ ഈ തെരുവോരങ്ങളിലേക്ക് എത്തിയ കണിയാപുരത്തെ നാട്ടുകാരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും ഇവിടെ കാത്തു നിൽക്കുന്നത്. നമുക്കറിയാം പുഷ്പചക്രവും ഒക്കെയായി CPM-ന്റെ നേതാക്കൾ പ്രവർത്തകരും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. കയർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ കയറുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ റീത്തുകളുമൊക്കെയായി ഇവിടെ വന്നിട്ടുണ്ട്. അവരെയും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അങ്ങനെ ഈ VS എന്ന നേതാവ് ഈ നാടിനെ ഈ കണിയാപുരം എന്ന ഈ പ്രദേശത്തെ വിട്ടു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വലിയ തോതിൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് കണിയാപുരം. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ ഇങ്ങനെ ഇവിടെ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം അതൊരു മുദ്രാവാക്യമല്ല, പകരം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമാണ്. അത് നമ്മൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ കേൾക്കുകയാണ്. അത് കേട്ടാണ് ഇന്നലെ തിരുവനന്തപുരം നഗരം യഥാർത്ഥത്തിൽ ഉണർന്നതും ആ മുദ്രാവാക്യം കേട്ടുകൊണ്ട് തന്നെയായിരുന്നു. അതിപ്പോഴും അനുസ്യൂതമായി ഇങ്ങനെ തുടരുകയാണ്, ഒരു തടസ്സവുമില്ലാതെ തുടരുകയാണ്. അത് കണിയാപുരത്തെത്തുമ്പോഴും അതിനൊരു കുറവുമില്ല. കണിയാപുരത്തെത്തുമ്പോഴേക്കും അത് കുറച്ചുകൂടി തൊണ്ട പൊട്ടുമാർ കണ്ടമിടറുമാറാണ് ആ മുദ്രാവാക്യം ഇങ്ങനെ നമ്മൾ കേൾക്കുന്നത്. നേരത്തെ തന്നെ വളരെ പെട്ടെന്ന് അല്ലെ വളരെ വേഗത്തിൽ VS-ന്റെ വിലാപയാത്ര മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മൾ ഈ കാണുന്ന നമ്മളുടെ കൺമുന്നിലൂടെ പോകുന്ന ഈ വാഹനത്തിലുണ്ട്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഈ യാത്ര എപ്പോൾ ആലപ്പുഴയിൽ എത്തുമെന്ന ചോദ്യത്തിന് എത്തുമ്പോഴെത്തും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ എന്ന് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയക്രമം, ഒരു നിശ്ചിത സമയക്രമം പാലിച്ച് ഈ വിലാപയാത്രയ്ക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതാ നമ്മളുടെ കൺമുന്നിലൂടെ നമ്മളുടെ തൊട്ടു പിറകിൽ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടു പിന്നിൽ ഇതാ ആ വാഹനം സമരനായകന് വിട എന്നെഴുതിയ ആ ബസ്, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ ബസ്സിൽ VS അച്യുതാനന്ദനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുണ്ട്. അത് ആ വാഹനം ഇങ്ങനെ കടന്നു വരികയാണ്. ആ വാഹനത്തിലേക്ക് VS-ന്റെ അനുയായികൾ പൂക്കൾ എറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. റീത്തുകളൊക്കെയായി ഇവിടെ എത്രയോ നൂറുകണക്കിന് അല്ലെ എത്രയോ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കി കണിയാപുരത്തിൻ്റെ തെരുവോരങ്ങളിൽ VS-നെ കാത്തിരിക്കുന്നത്.